ഇനി കോമ്പറ്റീഷൻ. ഇപ്പം സാർ വന്ന സമയം പോലെയല്ല, കോമ്പറ്റീഷനുണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും വരും. പലപ്പോഴും സാറിൻ്റെ കടകളുടെ നേരെ മുൻവശത്തും തൊട്ടടുത്തുമായിരിക്കും ഈ കോമ്പറ്റീഷൻ വന്നിരിക്കുക. അപ്പോൾ ഏതൊരു നാട്ടിലേക്കും ഒരു പുതിയ കോമ്പറ്റീറ്റർ വരുമ്പോൾ പല ബിസിനസ്സുകാരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, അയ്യോ ഇന്നിപ്പോൾ ഇത് കച്ചവടം കുറയോ, പ്രശ്നമാവോ എന്നുള്ളത്. അപ്പം സാറിനെ സംബന്ധിച്ച്, ഓക്സിജനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഇതുവരെ എങ്ങനെ അഫക്റ്റ് ചെയ്തേ, സാർ അതിനെ എങ്ങനെ കാണുന്നു? ഷുവർ. ഞാൻ ഏറ്റവും ഞങ്ങൾ വളർത്തിയത് കോമ്പറ്റീഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും നമുക്ക് ഊർജ്ജം തരുന്നത് അവരാണ്, നമ്മുടെ ഒരു നല്ല കോമ്പറ്റീറ്റർ. നമുക്ക് അവരിൽ നിന്ന് പലത് പഠിക്കാനുണ്ടാവും. മാത്രവുമല്ല നമുക്ക് കൂടുതൽ വേഗതയിൽ ഓടാനും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനും ജാഗ്രത കാണിക്കാനും ഒക്കെ എപ്പോഴും കോമ്പറ്റീഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഇപ്പം ഒരു കൊളാബറേഷൻ്റെ കാലഘട്ടം കൂടാണ് കോമ്പറ്റീഷൻ മാറി, അല്ലേ? ഒരു കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടം. ഞങ്ങൾ കൊച്ചിയിൽ തന്നെ ഈ ബിസിനസ് തന്നെ ഉള്ള ഒരു 6-7 ആളുകൾ ചേർന്നൊരു കമ്പനി നടത്തുന്നുണ്ട്. ഒരു 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 പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളാണ് ചെയ്യുന്നത് കേരളത്തിൽ. 1-2 ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട 1-2 മൊബൈൽ ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് ഈ കോമ്പറ്റ് ചെയ്യുന്ന ഡീലേഴ്സ് ചേർന്നുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അത് കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ആശയം മുന്നോട്ട് വന്നത്, കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ ആപ്പിൾ ടു ആപ്പിൾ ഒരു കമ്പാരിസൺ. അപ്പം നമ്മളൊരു റിയൽ കോമ്പറ്റീഷനിലേക്ക് കൺസ്യൂമർ എൻഡിൽ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ബെറ്റർ ആകാനാണ് കോമ്പറ്റീഷൻ സഹായിക്കുകയുള്ളൂ. കുറച്ചും കൂടെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ കുറ്റങ്ങൾ മാറ്റാനും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആകാനുള്ളൊരു അവസരമാണ് പലപ്പോഴും ഞങ്ങളുടെ നല്ല കോമ്പറ്റീറ്റേഴ്സ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ അവരിൽ നിന്ന് നല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അവർ ചെയ്യുന്ന നല്ല പ്രാക്ടീസുകളുണ്ടാവും അവരുടെ. നമുക്കില്ലാത്തൊരു പ്രാക്ടീസ് ആയിരിക്കും, അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ അവരുള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇപ്പം ഞങ്ങളുടെ സ്റ്റോറുകൾ ഇവരെയാണ് ചോദിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ വന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ആ കോമ്പറ്റീറ്റർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ടേൺ ഓവറിന് ഒരു ഗ്രോത്താണ് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, ശരിക്കും ഞങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് കോമ്പറ്റീഷൻ ഞങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ആളുകളെല്ലാം ഒന്ന് അലേർട്ടാവും, അല്ലേ? നമ്മളെല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കും, നമ്മുടെ ടീമിനകത്ത് ശ്രദ്ധിക്കും, കസ്റ്റമർ കെയർ ശ്രദ്ധിക്കും, മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കും, സ്റ്റോറിനകത്തുള്ള ആംബിയൻസിലും അതിൻ്റെ ഒരു ഹൈജീനകത്ത് നമ്മൾ ശ്രദ്ധിക്കും. അപ്പം കൂടുതലൊരു ശ്രദ്ധ അവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഗ്രോത്താണ് എപ്പോഴും കോമ്പറ്റീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു വലിയ മാർക്കറ്റിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം സാറ് വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന്. അപ്പം ആ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ ശരിക്കും എങ്ങനെയാണ്? ഇപ്പം ചില കമ്പനീസ് ഉണ്ട് മൈക്രോ മാനേജിങ് പോലെയാണ്, ലൈക്ക് നമുക്ക് അറ്റം വരെയുള്ള എല്ലാം നമ്മൾ അറിയണം, നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ചില കമ്പനികളിൽ, ഏറ്റവും നല്ല കമ്പനികൾ ഞാൻ കേട്ടിരിക്കുന്നത്, അതിൻ്റെ ഓണർ അവിടെ ചെന്നില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരിതാണെന്ന്. അപ്പം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ, അത് സാറ് മാനേജ് ചെയ്തിരിക്കുന്ന രീതി അതെങ്ങനെയാണ്? രേണു പറഞ്ഞതുപോലെ ഞാൻ ഇൻവോൾവ് അല്ല വാസ്തവത്തിൽ, അത്ര കണ്ട് ഒരു മാക്രോ ലെവലിലാണ് ശരിക്കും എൻ്റെ ഇൻവോൾവ്മെൻറ്റ്. മൈക്രോ ലെവലിലില്ല ഞാൻ. ഒരു വർഷം ഞാൻ അവിടെ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കണം. ഇപ്പോൾ ഉള്ളതിനൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. കാരണം മാറി നിന്ന് റിമോട്ടിൽ നമ്മൾ നോക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് ഡേറ്റ മൈനിങ് നടത്താനും കുറച്ചും കൂടി ഡിറ്റാച്ച്ഡായിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും. നമ്മൾ അവിടെ തന്നെ അതിൻ്റെ ഭാഗമായി ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ ഒബ്സർവേഷനും പിഴവുകൾ പറ്റാം. പക്ഷേ നമ്മളെപ്പോഴും ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷന് കുറച്ചും കൂടെ ശക്തിയുണ്ടെന്നല്ലേ, അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയിട്ടൊരു കാര്യത്തിൽ നോക്കുമ്പോഴേ. അപ്പോൾ അത് പലപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ബോധപൂർവമായിട്ട് കുറേ ദിവസങ്ങളോളം മാറി നിൽക്കാറുണ്ട്. ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കെയർ ഓഫ്. ആ സമയത്താണ് എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഏറ്റവും നന്നായി നോക്കി കാണാൻ പറ്റുന്നത്. അതിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുറേ തിരക്കുകളിലേക്കും ആ ഡെയിലി റുട്ടീനിലെ ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ കാണുന്നു, സമയം പെട്ടെന്ന് കടന്നു പോകാണല്ലോ. അപ്പോൾ ഒരു വർഷം ഞാൻ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവം അത്രയും എൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കുറവാണ്. അപ്പോൾ ഒരു സിസ്റ്റമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരവരത് ഹാൻഡിൽ ചെയ്യുന്നു. ഓണർഷിപ്പ് അവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ കാര്യം. നമ്മൾ ഏൽപ്പിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ വെർട്ടിക്കലിൻ്റെ ആളുകളും അവർ ഓണർഷിപ്പോടെയാണോ ചെയ്യുന്നത്, ജോലി പോലെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പ്രസക്തമായ കാര്യം. അപ്പം ഒരു ഓണർക്ക് പകരം ഒത്തിരി ഓണേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മൾ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ജോലി മാത്രമാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു വൺ മാൻ ഷോ അല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുള്ള ഇതാണെന്ന്. ഇപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1999 കണ്ടൊരു മാർക്കറ്റ് 2000 മാറി, 2010 കഴിഞ്ഞതോടുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയി. 2020 ശേഷമുള്ള മാർക്കറ്റ് കോവിഡും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ സാർ അത് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് വന്നൊരു മാറ്റം എങ്ങനെയാണ്? കേരള മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട്, കേരള മാർക്കറ്റ് സ്പെസിഫിക്, പൊതുവിൽ ആളുകളുടെ ബൈയിങ് പാറ്റേൺ ഒരു പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്നുണ്ട്.
ഇപ്പം നേരത്തെ ഫീച്ചർ ഫോണായിരുന്നു ആൾ വാങ്ങിയിരുന്നെങ്കിൽ സ്മാർട്ട് ഫോണിലേക്ക് അതൊരു ടെക്നോളജി ചേഞ്ച്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ തന്നെ കോവിഡിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് ഞങ്ങൾ പറയും, ഞങ്ങളൊരു ടേമാണ് ടോട്ടൽ ടേൺ ഓവർ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പേഴ്സ് വോളിയമാണ്, വാല്യൂ ഡിവൈഡ് ബൈ വോളിയമാണ് ASP എന്ന് പറയുന്നത്. അതൊരു 15,000 രൂപ മുതൽ 12,000 രൂപ വരെ ആയിരുന്നു അത് മാക്സിമം ഒരു ASP സ്മാർട്ട് ഫോണിൻ്റെ. ഇന്നത് ഓക്സിജൻ്റെ 29,000 30,000 രൂപയാണ് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ലാപ്ടോപ്പിലേക്ക് വന്നാൽ ഒരു 25,000 to 30,000 ആയിരുന്നു കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷമൊക്കെ ഒരു ആവറേജ്. ഇന്നത് 60,000 അതെ, ഭയങ്കര ജമ്പാണ്, 3 times ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രീമിയമൈസേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതിലുപരി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള അവരുടെ യൂട്ടിലിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സ് അടങ്ങിയ ക്വാളിറ്റിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലേക്ക് എടുക്കുന്നതിനകത്താണ് ആളുകളിപ്പോൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഷിഫ്റ്റ് കൺസ്യൂമർ ബിഹേവിയറിൽ വന്നിട്ടുണ്ട് ബൈങ്ങിനകത്ത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് പണ്ട് ഇപ്പം ഞാൻ കാണുന്നൊരു പ്രത്യേകത, പണ്ട് എല്ലാ വർഷവും മാറ്റുന്ന വില കുറഞ്ഞത് വാങ്ങുന്നു എന്നിട്ട് എല്ലാ വർഷവും അത് മാറിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം എന്ന് അതിലേക്ക് ഈ 2 വർഷത്തിനിടെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു വ്യത്യാസമാണ്. എനിക്ക് ഡ്യൂറബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഏറ്റവും കുറഞ്ഞ സാധനമല്ല വേണ്ടത് എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞ ബ്രാൻഡുകൾ ധാരാളം ഇതിനിടയ്ക്ക് മാർക്കറ്റിൽ വന്നു. വെച്ചാൽ സ്പെക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസായിരിക്കും, പക്ഷേ ഡ്യൂറബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും ആ പ്രൊഡക്റ്റിന്. അതിനൊരു കാലത്ത് വലിയൊരു ഡിമാൻഡ് സ്പൈക്ക് വന്നായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ആളുകൾ പറയുന്നു എനിക്ക് നീണ്ടു നിലനിൽക്കുന്ന പ്രോഡക്റ്റ്സ് വേണം. അതൊരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. സർ, ഇപ്പം സാറിൻ്റെ 3 ഡിജിറ്റിൽ നിന്നും ടേൺ ഓവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ സാറിനെ നമ്മളൊരു സ്ഥലത്ത് കാണാറൊന്നുമില്ല. ലൈക്ക് സാറിനൊരു ഫ്ലാഷി ആയിട്ടുള്ള ലൈഫില്ല. ഇപ്പോൾ ചില ബിസിനസ്സുകാരുടെയൊക്കെ നമ്മൾ അവരെടുക്കുന്ന കാറുകളുടെ അതിൻ്റെ നമ്പറിൻ്റെ അങ്ങനെ പലതിൻ്റെ വീഡിയോസായി ഫ്ലാഷി ആയിട്ടുള്ളൊരു ലൈഫ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ സാറിന് അങ്ങനെയൊന്നും കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഫെയിം എന്ന് പറയുന്നൊരു സാധനം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ഞാനും ഈ ബ്രാൻഡിന് വേണ്ടി ജോലി ചെയ്ത ഒരാളായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൻ്റെ ഓണർ എന്നുള്ളൊരു കോൺസെപ്റ്റിലുപരി CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണല്ലോ. ഞാനും ഒരു ജോലി ചെയ്യുന്നൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ. അപ്പം ബ്രാൻഡാണ് ഒന്നാമത് നിൽക്കേണ്ടത്, ബാക്കി അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം ആദ്യം പോലെ തന്നെ. അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് കേട്ടോ. ബ്രാൻഡ് ആയിരിക്കും അവരെപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുക. ഞാനത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ഡിബേറ്റല്ല, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്ന അതാണ്. എൻ്റെ ബ്രാൻഡ് എന്നേക്കാൾ വളരെ മുകളിലാണ് എന്ന് പറയുന്നതിലും അത് കേൾക്കുന്നതിലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരിക്കലും ബ്രാൻഡിൻ്റെ മുകളിലല്ല, ഞാൻ ബ്രാൻഡിൻ്റെ താഴെയുള്ള ബ്രാൻഡിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്. അതാണ്, ആ രൂപത്തിലാണ് നമ്മൾ ഓഫീസിൽ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ സഹപ്രവർത്തകരോടും അങ്ങനെയാണ്. നമ്മളിതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. പല ആളുകളുടെ എഫേർട്ടല്ലേ ഇത്, അല്ലാതെ എൻ്റെ എഫേർട്ട് മാത്രമല്ലോ. അപ്പം നമുക്കതിനകത്ത് നമ്മുടെ ഒന്നും അങ്ങനെ ഒരു ഓൺ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ഒത്തിരി ആളുകളുടെ വിയർപ്പാണ്. അപ്പം അതിനകത്ത് ഞാനൊരു നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഞാനിതൊരു അതിശയോക്തിയോ അല്ലെങ്കിൽ ഹമ്പിളാകാനായിട്ട് പറയുന്നതല്ല, എനിക്ക് ആക്ച്വലി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക, ബ്രാൻഡിനെ മുന്നിൽ നിർത്തുക, നമ്മളതിൻ്റെ അവസരങ്ങൾ അങ്ങനെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാനാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്സിജനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 2 ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. അത് ഓരോരുത്തരും ആപേക്ഷികമാണല്ലോ അല്ലേ. ചിലർക്ക് ചില കാര്യങ്ങൾ ചിലരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, മറ്റു ചിലർക്ക് അങ്ങനെയാണെന്നില്ല. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണല്ലോ. ചിലരെ സംബന്ധിച്ച് ഫെയിം ആയിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും, ചിലർക്ക് അങ്ങനെ ആകണം എന്നില്ല. വേറെ പല കാര്യങ്ങളുമായിരിക്കും അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകാം. അതൊക്കെ ഒരു ആപേക്ഷികതയെ ഞാൻ വിശ്വസിക്കുന്നു. ആരും നമ്മളാരെ കുറ്റപ്പെടുത്തുന്നില്ല, പലരും പല രീതിയിൽ അല്ലേ.